ഹായ് BNSSന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറസ്റ്റ് ഓഫ് പേഴ്സൺസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞ മൊഡ്യൂളിന്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സെക്ഷൻ 35. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെക്ഷൻ 36 മുതലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ സെക്ഷൻ 36 നോക്കുകയാണെങ്കിൽ സെക്ഷൻ 36 പറയുന്നത് പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതായത് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ അറസ്റ്റ് നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കടമകളും ഡ്യൂട്ടീസും അതുപോലെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സും പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 36. സെക്ഷൻ 36 മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. സെക്ഷൻ 36ന്റെ അകത്ത് ABC എന്ന് പറഞ്ഞിട്ട് മൂന്ന് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അറസ്റ്റ് നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ സെക്ഷൻ 36 പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ആയിട്ട് പറയുന്നത് എന്താണ്? എവറി പോലീസ് ഓഫീസർ വൈൽ മേക്കിംഗ് ആൻ അറസ്റ്റ് ഷാൾ ബെയർ ആൻ ആക്യുറേറ്റ് വിസിബിൾ ആൻഡ് ക്ലിയർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹിസ് നെയിം ഫോർ ഈസി ഐഡന്റിഫിക്കേഷൻ എന്നുള്ള കാര്യമാണ്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അറസ്റ്റ് നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വിസിബിൾ ആവുന്ന, ക്ലിയർ ആവുന്ന ഒരു അതായത് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേര്, അതുപോലെ ഡെസിഗ്നേഷൻ, ഇപ്പൊ SI ആണെങ്കിൽ SI അല്ലെങ്കിൽ SHO ആണെങ്കിൽ SHO, അത്തരത്തിലുള്ള ഡെസിഗ്നേഷൻ വെളിവാകുന്ന ഒരു നെയിം പ്ലേറ്റ് പോലുള്ള ഒരു സംഗതി ക്ലിയർ ആയിട്ട് അദ്ദേഹം ബെയർ ചെയ്തിരിക്കണം, അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരിക്കണം. അത് ഒരുപക്ഷെ അവിടെ നെയിം പ്ലേറ്റ് ആയിട്ട് യൂണിഫോമിന്റെ ഒക്കെ മേലെ ഇങ്ങനെ പതിച്ചു വെക്കുമല്ലോ, അത്തരത്തിലാവാം. എന്നിരുന്ന ഏത് രീതിയിലാണെങ്കിലും ആ അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ പേരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസും വെളിവാകുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഐഡന്റിറ്റി കാർഡ് ആയിരിക്കാം. അത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ ഐഡന്റിറ്റി വെളിവാക്കണം. ആരോട്? അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയോട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു അറസ്റ്റ് നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഐഡന്റിഫിക്കേഷന്റെ ഭാഗമായിട്ടുള്ള പേരും മറ്റു വിവരങ്ങളും പറയുന്ന ഐഡന്റിഫിക്കേഷന്റെ ഭാഗമായിട്ടുള്ള ഐഡന്റിറ്റി കാർഡോ അല്ലെങ്കിൽ അത്തരത്തിൽ യൂണിഫോമിന്റെ മേലെ പതിച്ചതോ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് അത് ക്ലിയർ ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, വിസിബിൾ ആയിരിക്കണം. അത്തരത്തിലുള്ളത് വെയർ ചെയ്ത് അല്ലെങ്കിൽ ബെയർ ചെയ്തിട്ട് വേണം അറസ്റ്റ് നടത്താൻ വേണ്ടി പോകാൻ എന്നുള്ള കാര്യമാണ് സെക്ഷൻ 36ന്റെ എയിൽ പറയുന്നത്. ഇനി ബി എന്താ പറയുന്നത് നോക്കുന്ന സമയത്ത് ബി പറയുന്നത് എവറി പോലീസ് ഓഫീസർ വൈൽ മേക്കിംഗ് ആൻ അറസ്റ്റ് ഷാൾ പ്രിപ്പയർ എ മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റ്. ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു അറസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റ് പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഒരു മെമ്മോ ഓഫ് അറസ്റ്റ്, നമ്മൾ ചുരുക്കത്തിൽ നമുക്ക് അതിനെ അങ്ങനെ പറയാം, മെമ്മോ ഓഫ് അറസ്റ്റ് പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മെമ്മോ ഓഫ് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് മുന്നേ പ്രിപ്പയർ ആക്കി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അറസ്റ്റ് നടത്തുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യേണ്ട സംഗതിയാണ് ഈ മെമ്മോ ഓഫ് അറസ്റ്റ് അഥവാ മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റ്. ഈ മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റിന്റെ അകത്ത് രണ്ട് സംഗതികൾ ഉണ്ടാവണം എന്നാണ് ഇവിടെ സെക്ഷൻ 36ന്റെ അകത്ത് പറയുന്നത്. ഒന്ന്, ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് തയ്യാറാക്കുന്ന ഈ മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റിന്റെ അകത്ത് ഒരു സാക്ഷിയെങ്കിലും ഒരു വിറ്റ്നസ് എങ്കിലും അറ്റസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒരു വിറ്റ്നസ് എങ്കിലും എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺ വിറ്റ്നസ് എങ്കിലും അത്തരത്തിൽ അറ്റസ്റ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ആ വിറ്റ്നസ് ആരായിരിക്കണം എന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു അറസ്റ്റ് മെമ്മോടകത്ത് വിറ്റ്നസ് ആയിട്ട് വരേണ്ടുന്ന ആളെന്ന് പറഞ്ഞാൽ ഈ അറസ്റ്റിലാവുന്ന വ്യക്തി ഉണ്ടല്ലോ, അറസ്റ്റിലാവുന്ന വ്യക്തിയുടെ ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ആ അറസ്റ്റ് നടത്തുന്ന സ്ഥലത്തുള്ള ആ പ്രദേശത്തുള്ള ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പേഴ്സണോ ആയിരിക്കണം ഈ അറസ്റ്റ് മെമ്മോക്കകത്ത് ഒരു സാക്ഷിയായിട്ട് അല്ലെങ്കിൽ ഒന്നിലധികം സാക്ഷികളായിട്ട് ഒപ്പുവെക്കേണ്ടത് എന്നാണ് ഇവിടെ സെക്ഷൻ 36ന്റെ ബിയിൽ പറയുന്ന ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു അറസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ആ മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റിന്റെ അകത്ത് ഒരു സാക്ഷിയെങ്കിലും, ചുരുങ്ങിയത് ഒരു സാക്ഷിയെങ്കിലും ഒപ്പുവെക്കണം. ആ സാക്ഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാക്ഷികൾ എന്ന് പറയുന്നത് അതിൽ ആരൊക്കെ ഉൾപ്പെടാം? ഒന്നുകിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ. പ്രദേശം എന്ന് പറയുമ്പോൾ അറസ്റ്റ് നടത്തുന്ന പ്രദേശത്തുള്ള ആ ലൊക്കാലിറ്റിയിലുള്ള അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം ആ ഇതിന്റെ അകത്ത് അറ്റസ്റ്റ് അല്ലെ അഥവാ സൈൻ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അറ്റസ്റ്റേഷൻ ഉദ്ദേശിച്ച് സൈൻ ചെയ്യാന്നുള്ളതാണ്. അതായത് എന്തിനായിരിക്കും ഇത്തരത്തിൽ ചെയ്യുന്നത്? ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത വിവരം ഫാമിലി മെമ്പർ അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഫാമിലി മെമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു മാന്യദേഹം അറിഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൂടെ അയാൾക്ക് ബെയിലിനുള്ള ഓപ്ഷൻസ് തുറന്നു കൊടുക്കുകയാണ്. അയാൾക്ക് ബെയിലബിൾ ആണെങ്കിലും നോൺ ബെയിലബിൾ ആണെങ്കിലും അയാൾക്ക് ബെയിലബിൾ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോയിട്ട് അയാൾക്ക് ജാമ്യം എടുക്കാം, നോൺ ബെയിലബിൾ ആണെങ്കിൽ കോടതിയിൽ പോയിട്ട് അയാൾക്ക് ജാമ്യം എടുക്കണം. അപ്പം അങ്ങനെ ജാമ്യമൊക്കെ എടുക്കണമെങ്കിൽ അയാൾക്ക് ലീഗൽ ആയിട്ടുള്ള
രീതിയിൽ അതിനു വേണ്ടി പ്രൊസീഡ് ചെയ്യണം. അതിനൊക്കെ അയാളുടെ ഫാമിലി അല്ലെങ്കിൽ അയാളെ വേണ്ടപ്പെട്ട ആളുകൾ ഇയാളെ അറസ്റ്റ് ചെയ്ത വിവരം അറിയണമല്ലോ. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റിന്റെ അകത്ത് ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഒരു ആ പ്രദേശത്തുള്ള ഒരു മാന്യ ദേഹം അതിന്റെ അകത്ത് ഒപ്പുവെക്കണം എന്ന് നിയമം പറയുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റുമായി ബന്ധപ്പെട്ട അതിന്റെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് പറയുന്നത്? കൗണ്ടർ സൈൻഡ് ബൈ ദ പേഴ്സൺ അറസ്റ്റഡ് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു മെമ്മോറാണ്ടം തയ്യാറാക്കുമ്പോൾ ഒന്നൊരു ചുരുങ്ങിയ പക്ഷെ ഒരു സാക്ഷിയെങ്കിലും അതിന്റെ അകത്ത് ഒപ്പുവെക്കണം. സാക്ഷി എങ്ങനെയുള്ള ആളായിരിക്കണം നമ്മൾ ഓൾറെഡി നോക്കി. ഇനി പറയുന്നത് എന്താ? അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയും അതിന്റെ അകത്ത് കൗണ്ടർ സൈൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റിന്റെ അകത്ത് ഈ സാക്ഷിക്ക് കുറുകെ അല്ലെങ്കിൽ അതിന് കൗണ്ടർ സൈൻ ആയിട്ട് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ സൈനും ആ മെമ്മോ ഓഫ് അറസ്റ്റിന്റെ അകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 36ന്റെ ബിക്ക് അകത്ത് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഫീസർ മേക്കിംഗ് ആൻ അറസ്റ്റും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുമാണ്. രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ ഐഡന്റിഫിക്കേഷൻ വെളിവാക്കുന്ന രീതിയിലുള്ള നെയിം ഒക്കെ വെളിവാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ബെയർ ചെയ്യണം എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് ഒരു മെമ്മോ പ്രിപ്പയർ ചെയ്യണം, അറസ്റ്റ് മെമ്മോ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നു. അതിന്റെ എസെൻഷ്യൽസ് നമ്മൾ നോക്കി. ഇനി മൂന്നാമതായിട്ട് എന്താണ് അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നോക്കേണ്ട കാര്യം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് സിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് വിറ്റ്നസ് ആയിട്ട് സൈൻ ചെയ്തത് ആ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഫാമിലി മെമ്പർ അല്ല, അതിന് പുറത്തുള്ള മറ്റാരോ ആണ്. അതായത് ഫാമിലി മെമ്പർ അല്ലാണ്ട് ആ ഭാഗത്തുള്ള ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു മാന്യ അദ്ദേഹത്തിനും സൈൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്, റെസ്പെക്ടബിൾ പേഴ്സൺ ആണ് അതിന്റെ അകത്ത് സൈൻ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇയാളുടെ ഫാമിലി പ്രിസംഷൻ എന്താണ്? ഇയാളുടെ ഫാമിലി അറസ്റ്റ് അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പ്രിസംഷൻ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയോട് അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ പറയണം, നിങ്ങളുടെ മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റിന്റെ അകത്ത് ഒപ്പുവെച്ചത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ, അതായത് റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മറ്റാളുകളെ നിങ്ങളുടെ അറസ്റ്റിന്റെ വിവരം അറിയിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് നിയമം തരുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള അവകാശം ഉണ്ട് എന്ന് ഈ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയോട് പറയണം എന്നാണ് സെക്ഷൻ 36ന്റെ സിക്കകത്ത് പറയുന്നത്. അപ്പൊ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത്? ഈ മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റിന്റെ അകത്ത് സൈൻ ചെയ്തത് ഇയാളുടെ ബന്ധു അല്ലാത്ത, അത് ഫാമിലി മെമ്പർ അല്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ ആ സാഹചര്യത്തിലാണ് ഫാമിലി മെമ്പറെ അറിയിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയേണ്ടതായിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ സെക്ഷൻ 36. ഇനി സെക്ഷൻ 37 നോക്കുകയാണെങ്കിൽ സെക്ഷൻ 37 പറയുന്നത് ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസറെ കുറിച്ചാണ്. ആരാണ് ഈ ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ? അപ്പം പറയുന്നത് നമുക്ക് എന്താ നോക്കാം. സെക്ഷൻ 37 ഒരു എ ബി എന്ന് പറഞ്ഞ രണ്ട് സബ്സെക്ഷൻസ് ആയിട്ട് രണ്ട് കാര്യങ്ങളോട് അതിന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതെന്താ പറയുന്നത് നോക്കാം. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഷാൾ എസ്റ്റാബ്ലിഷ് എ പോലീസ് കൺട്രോൾ റൂം ഇൻ എവറി ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് ലെവൽ എന്നാണ് ഒന്നാമതായിട്ട് എയിൽ പറയുന്ന കാര്യം. അപ്പൊ നമ്മൾ സെക്ഷൻ 37 ആണ് പറയുന്നത്. സെക്ഷൻ 37 ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്, അത്തരത്തിലുള്ള ഒരു പോലീസ് ഓഫീസറെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒന്നാമതായിട്ട് പറയുന്നത് സെക്ഷൻ 37 എ ആയിട്ട് പറയുന്നത് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും മസ്റ്റ് എസ്റ്റാബ്ലിഷ് എ പോലീസ് കൺട്രോൾ റൂം. എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഒരു പോലീസ് കൺട്രോൾ റൂം സ്ഥാപിക്കണം. എവിടെ സ്ഥാപിക്കണം? സ്റ്റേറ്റ് ലെവലിലും സ്ഥാപിക്കണം. ആൻഡ് എവറി ഡിസ്ട്രിക്ട്, എല്ലാ ജില്ലക്കകത്തും സ്ഥാപിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും എല്ലാ ജില്ലക്കകത്തും, അതായത് ജില്ലകൾക്കകത്തും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും ഒരു പോലീസ് കൺട്രോൾ റൂം സ്ഥാപിക്കണം എന്നാണ് സെക്ഷൻ 37 എ പറയുന്നത്. എന്തിനാണ് ഈ പോലീസ് കൺട്രോൾ റൂം അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത് എന്നാണ് സെക്ഷൻ 37ന്റെ ബിയിൽ പറയുന്നത്. അപ്പൊ ഇവിടെ ബിക്കകത്ത് പറയുന്നത് ഇനി എല്ലാ പോലീസ് സ്റ്റേഷനും എല്ലാ ജില്ലകൾക്കകത്തും എല്ലാ പോലീസ് സ്റ്റേഷന്റെ അകത്തും ASIയിൽ കുറയാത്ത റാങ്കുള്ള, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിൽ കുറയാത്ത റാങ്കുള്ള ഒരു പോലീസ് ഓഫീസറെ ഒരു ഡെസിഗ്നേറ്റ് പോലീസ് ഓഫീസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പൊ അത്തരത്തിൽ ASI റാങ്കിൽ കുറവല്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അത്തരത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു ഡെസിഗ്നേറ്റ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് കണക്കാക്കുന്നു. ആ ഡെസിഗ്നേറ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാ പോലീസ് സ്റ്റേഷന്റെ അകത്തും ഉണ്ടായിരിക്കണം, എല്ലാ ജില്ലകൾക്കകത്തും ഉണ്ടായിരിക്കണം. അയാളുടെ ജോലി എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ദ ഇൻഫോർമേഷൻ ഓഫ് ദി പേഴ്സൺ അറസ്റ്റഡ് എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ വിവരങ്ങൾ സൂക്ഷിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡെസിഗ്നേറ്റഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ചുമതല എന്ന് പറയുന്നത്.
അപ്പൊ എന്തൊക്കെ അയാൾ കാത്തു സൂക്ഷിക്കണം? ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ ഇൻഫോർമേഷൻ അബൌട്ട് ദ നെയിംസ് ആൻഡ് അഡ്രസ്സസ് ഓഫ് ദി പേഴ്സൺ അറസ്റ്റഡ്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ പേര്, അയാളുടെ അഡ്രസ്സ്, വിവരങ്ങൾ എല്ലാം ഈ പോലീസ് ഉദ്യോഗസ്ഥന്, ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അത് ശേഖരിച്ചു വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. അത് മാത്രം പോരാ, ഇയാളുടെ പേരും വിവരങ്ങളും, അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഓരോ വ്യക്തികളുടെയും പേരും വിവരങ്ങളും വേണം. പേരും വിവരങ്ങൾക്കും അപ്പുറത്തേക്ക് the nature of the offences charged against them, അവർക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ള ചാർജുകൾ, FIR, അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഒഫൻസുകളാണ്, ഏതൊക്കെ സെക്ഷനുകളാണ് അവർക്കെതിരെ ചുമത്തപ്പെട്ടത്, എത്ര FIR ഉണ്ട്, ഏതൊക്കെയാണ് FIR, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അയാൾ കീപ്പ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം പോരാ, അത് പറ്റുകയാണെങ്കിൽ അല്ല, പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ അത് ഡിസ്പ്ലേ ചെയ്യും കൂടെ വേണം. പറ്റുകയാണെങ്കിൽ ഡിജിറ്റൽ മോഡിലും കൂടെ ഡിസ്പ്ലേ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഒരു റെക്കോർഡ് ബുക്ക് പോലെ ഒരു അറസ്റ്റഡ് പേഴ്സൺസിന്റെ പേര്, ഡീറ്റെയിൽസ്, വിവരങ്ങൾ, അയാളുമായി ബന്ധപ്പെട്ട ക്രൈം നമ്പർ അല്ലെങ്കിൽ FIR നമ്പർ, അയാൾ ചെയ്തിട്ടുള്ള കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഒഫൻസുകളിൽ ഏതൊക്കെ ഒഫൻസുകളാണ്, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന, അതായത് ഓരോ പോലീസ് സ്റ്റേഷൻ്റെ അകത്തും ഓരോ ജില്ലയ്ക്കകത്തും ഇങ്ങനെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു റെക്കോർഡ് അവിടുത്തെ ഒരു ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസറായിട്ട് കണക്കാക്കപ്പെടുന്ന ASI റാങ്കിൽ കുറയാത്ത റാങ്കുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് സെക്ഷൻ 37 ബിക്കകത്ത് പറയുന്നത്. അപ്പൊ ഒന്ന് വായിക്കാം. സെക്ഷൻ 35 ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസറെ കുറിച്ച് പറയുന്നു. എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും ഷാൾ എസ്റ്റാബ്ലിഷ് എ പോലീസ് കൺട്രോൾ റൂം ഇൻ എവറി ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് ലെവൽ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു. ഇനി ബിയിൽ പറയുന്നത് അതുപോലെ അതിന്റെ ഭാഗമായിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസറെ എല്ലാ പോലീസ് സ്റ്റേഷന്റെ അകത്തും എല്ലാ ഡിസ്ട്രിക്റ്റിന്റെ അകത്തും അപ്പോയിന്റ് ചെയ്യണം, നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ASI, who is responsible for maintaining information about the names and addresses of the person arrested, nature of the offences charged against them, which shall be prominently displayed in any manner, ഏത് രീതിയിലും അത് ഡിസ്പ്ലേ ചെയ്യാം, ഇൻക്ലൂഡിംഗ് ഇൻ ഡിജിറ്റൽ മോഡിൽ ഉൾപ്പെടെ ഏത് രീതിയിലും അത് ഓരോ പോലീസ് സ്റ്റേഷന്റെ അകത്തും ഓരോ ജില്ലയ്ക്കകത്തും അത് ഡിസ്പ്ലേ ചെയ്യപ്പെടണം. ഇൻ എവറി പോലീസ് സ്റ്റേഷൻ ആൻഡ് അറ്റ് ദ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന ഓരോ ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അകത്തും അതുപോലെ ഓരോ പോലീസ് സ്റ്റേഷന്റെ അകത്തും ഈ ലിസ്റ്റ്, ഇവരുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം, അത് ഡിസ്പ്ലേ ചെയ്യപ്പെടണം എന്നാണ് സെക്ഷൻ 37 പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ, അവരുമായി ബന്ധപ്പെട്ട കേസുകൾ എന്തൊക്കെയാണ്, അവരുടെ പേര് വിവരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പോലീസ് കീപ്പ് ചെയ്യണം. അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ എന്നാണ് പറയുന്നത്. ഇതേ ഉള്ളൂ സെക്ഷൻ 37. ഇനി സെക്ഷൻ 38ലേക്ക് പോകാം. സെക്ഷൻ 38 പറയുന്നത് ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ ഒരു അവകാശത്തെ കുറിച്ചാണ്. എന്ത് അവകാശമാണ് പറയുന്നത്? അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾക്ക് ഒരു അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്നാണ് സെക്ഷൻ 38 പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. റൈറ്റ് ഓഫ് ആൻ അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ആൻ അഡ്വക്കേറ്റ് ഓഫ് ഹിസ് ചോയ്സ് ഡ്യൂറിംഗ് ഇന്ററോഗേഷൻ. അറസ്റ്റ് ചെയ്യപ്പെട്ട് ചോദ്യം ചെയ്യുന്ന വേളയിൽ ഒരു അഡ്വക്കേറ്റിനെ, അതും അയാളുടെ ചോയ്സിനനുസരിച്ച്, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ചോയ്സിനനുസരിച്ചുള്ള, അയാൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ അയാൾ താല്പര്യപ്പെടുന്ന ഒരു അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള അവകാശം, അതൊരു അവകാശമായിട്ട് ഒരു അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ട് എന്നാണ് സെക്ഷൻ 38 പറയുന്നത്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താന്ന് നോക്കുകയാണെങ്കിൽ, when a person is arrested and questioned by the police, ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, അയാൾ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ററോഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത്, ഇന്ററോഗേറ്റ് ചെയ്യുന്ന സമയത്ത് he has the right to meet an advocate of his choice. അയാൾക്ക് അയാളുടെ ഇഷ്ടപ്രകാരമുള്ള, അയാളുടെ ചോയ്സിനനുസരിച്ച് ഒരു അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. എപ്പോൾ തന്നെ ആ ഇന്ററോഗേറ്റ് ചെയ്യുന്ന, ക്വസ്റ്റ്യൻ ചെയ്യുന്ന അതേ സമയത്ത് അയാൾക്ക് ഒരു വക്കീലിനെ മീറ്റ് ചെയ്യാനുള്ള, ക്വസ്റ്റ്യൻ ചെയ്യുന്ന വേളയിൽ ഒരു അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യുന്ന എന്തിനാ? ഒരു നിയമസഹായത്തിനും വേണ്ടിയിട്ടാ, അല്ലെ? അത്തരത്തിൽ ഒരു അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്നാണ് സെക്ഷൻ 38 പറയുന്നത്. പക്ഷേ നോട്ട് ത്രൂ ഔട്ട് ദ ഇന്ററോഗേഷൻ. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വേളയിൽ ഉടനീളം അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിന്റെ പ്രസൻസ് ഉണ്ടാവില്ല. ആ ഒരു സെർട്ടൻ സമയത്തേക്ക് അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനും അഡ്വക്കേറ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനും ഒക്കെ ഉള്ള അവകാശം ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അത് ത്രൂ ഔട്ട് ദ ഇന്ററോഗേഷൻ, ആ ചോദ്യം ചെയ്യുന്ന വേളയിൽ ഉടനീളം അല്ലെങ്കിൽ അറസ്റ്റ് നിൽക്കുന്ന സമയത്ത് ഉടനീളം ആ ഒരു പ്രസൻസ് ഓഫ് അഡ്വക്കേറ്റ് ഉണ്ടാവില്ല. പക്ഷെ അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനും സംസാരിക്കാനും അത്തരത്തിൽ ഉള്ള അവകാശം ഒരു അറസ്റ്റഡ് പേഴ്സൺ ഉണ്ട് എന്നാണ് സെക്ഷൻ 38 പറയുന്നത്. ചെറിയൊരു കാര്യമായിരുന്നു. ഇനി നമുക്ക് സെക്ഷൻ 39ലേക്ക് പോകാം. ഇത്രയുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷനൊക്കെ നിങ്ങൾക്ക് ഫർദർ ആയിട്ടൊക്കെ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. കമന്റ് ചെയ്യുക. സെക്ഷൻ 39ലേക്ക് പോകുകയാണ്.
സെക്ഷൻ 39 നോക്കുന്ന സമയത്ത് സെക്ഷൻ 39 പറയുന്നത് അറസ്റ്റ് ഓൺ റിഫ്യൂസൽ ടു ഗിവ് നെയിം ആൻഡ് അഡ്രസ് ആണ്, അല്ലെങ്കിൽ നെയിം ആൻഡ് റെസിഡൻസ് ആണ്. പോലീസിന് പേരും റെസിഡൻസും പറഞ്ഞു കൊടുക്കുന്നതിന്റെ അകത്ത് ഒരാള് വിസമ്മതം കാണിച്ചാൽ പോലീസ് പേരും അഡ്രസ്സും ചോദിക്കുന്ന സമയത്ത് പേരും അഡ്രസ്സും പറഞ്ഞു കൊടുക്കാണ്ടിരുന്നാല് ഒരാളെ പോലീസിന് അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അധികാരങ്ങളെ കുറിച്ചാണ് സെക്ഷൻ 39 പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെക്ഷൻ 35 പറഞ്ഞ സമയത്ത് സെക്ഷൻ 39 കുറിച്ചൊന്ന് പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കാണാത്തവർ കാണുക. അപ്പൊ ഇവിടെ സെക്ഷൻ 39 പറയുന്നത് എന്താണ്? പോലീസിന്റെ പ്രസൻസിൽ ഒരാൾ ഒരു നോൺ കൊഗ്നീസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒഫൻസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിൽ പോലീസിന് അയാളെ ചോദ്യം ചെയ്യാം ഇൻ ദ സെൻസ് അയാളുടെ പേരും വിവരങ്ങളും ചോദിക്കാം. ആ പേരും റെസിഡൻസും അത്തരത്തിലുള്ള വിവരങ്ങളും ചോദിക്കുന്ന സമയത്ത് അയാൾ പോലീസിന് അത് പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസിന് ഉണ്ട് എന്നാണ് ഇവിടെ സെക്ഷൻ 39 അകത്ത് പറയുന്നത്. അപ്പൊ പേരും റെസിഡൻസിന്റെ വിവരങ്ങളും കൊടുത്തില്ല എന്ന് മാത്രമല്ല, ചില സമയത്ത് അത്തരത്തിലുള്ള വിവരങ്ങൾ കൊടുത്തു, പക്ഷെ ആ കൊടുത്ത വിവരം തെറ്റാണെന്ന് ബോധ്യപ്പെടാനുള്ള മതിയായ കാരണങ്ങൾ പോലീസിന് ഉണ്ട് എന്നുണ്ടെങ്കിലും അയാളെ അത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എത്ര നേരത്തേക്കാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത്? ശരിയായിട്ടുള്ള വിവരം അയാൾ കൊടുക്കുന്നത് വരെയുള്ള നേരത്തേക്കാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് സെക്ഷൻ 39 പറയുന്നത്. നമുക്കത് വായിച്ചു നോക്കാം. അപ്പൊ when any person has committed or has been accused of committing a non-cognizable offense, ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണ് അയാൾ ചെയ്തിട്ടുള്ളത്, in the presence of a police officer and he refuses on demand of such officer to give his name and address to the police or that officer, or gives his name or residence which the police has reason to believe to be false, he may be arrested on the spot. മനസ്സിലായില്ലേ? അതായത് പോലീസിന്റെ പ്രസൻസിൽ വെച്ചിട്ട് ഒരാൾ ഒരു ഒഫൻസ് ചെയ്തു, അല്ലെങ്കിൽ അയാൾ ഒരു ഒഫൻസിൽ പ്രതി ചേർക്കപ്പെട്ടു, ഒരു കേസുമായി പ്രതി ചേർക്കപ്പെട്ടു. ആ ഒഫൻസ് എങ്ങനെയുള്ള ഒഫൻസ് ആണ്? അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നോൺ കൊഗ്നീസബിൾ ഒഫൻസ് ആണ്. നോൺ കൊഗ്നീസബിൾ ഒഫൻസ് എന്താന്ന് ഡെഫിനിഷന്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചതാണല്ലോ. നോൺ കൊഗ്നീസബിൾ ഒഫൻസിന് നോർമൽ കേസിൽ പോലീസിന് വാറണ്ടോ മജിസ്ട്രേറ്റിന്റെ ഓർഡറോ ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതറിയായിരിക്കുമല്ലോ. പക്ഷേ ഈ സെക്ഷൻ 39 പറയുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒരു നോൺ കോഗ്നിസബിൾ കേസിന്റെ നോർമൽ സാഹചര്യത്തിൽ ഒരു എക്സെംഷൻ ആണ് ഈ സെക്ഷൻ 39. അപ്പൊ സാധാരണഗതിയിൽ നോൺ കോഗ്നിസബിൾ ഒഫൻസിന് പോലീസിന് വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സെക്ഷൻ 39 പറ്റും. എങ്ങനെയാണെങ്കിൽ പോലീസിന്റെ പ്രസൻസിൽ നോൺ കോഗ്നിസബിൾ ഒഫൻസ് ചെയ്തു, അല്ലെങ്കിൽ ഒഫൻസുമായി ബന്ധപ്പെട്ട് പ്രതിയേർക്കപ്പെട്ടു, പക്ഷേ അയാളോട് പോലീസ് അയാളുടെ പേരും വിവരങ്ങളും ചോദിക്കുമ്പോൾ പോലീസിന്റെ പേരും വിവരങ്ങളും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പോലീസിന് കൊടുക്കുന്ന പേരും വിവരങ്ങളും തെറ്റായിട്ടുള്ളതാണ് എന്ന് പോലീസിന് മനസ്സിലായി, പോലീസിന് അങ്ങനെ വിശ്വസിക്കാൻ കാരണമുണ്ട് എന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് സെക്ഷൻ 39 പറയുന്നത്. So he may be arrested by such officer in order to ascertain his name on residence. അയാളുടെ പേരോ അയാളുടെ അഡ്രസ് വിവരങ്ങളോ ലഭിക്കുന്ന വരെയുള്ള പീരീഡിലേക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് സെക്ഷൻ 39 സബ്സെക്ഷൻ 1 അകത്ത് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതിന്റെ സബ്സെക്ഷൻ 2 നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളാണ്. അപ്പൊ സബ്സെക്ഷൻ 2 പറയുന്നത് ഇത്തരത്തിൽ ഒരു നോൺ കോഗ്നിസബിൾ കേസ് അല്ലെങ്കിൽ നോൺ കോഗ്നിസബിൾ ആയിട്ടുള്ള ഒഫൻസ് പോലീസിന്റെ പ്രസൻസിൽ ചെയ്തിട്ടുള്ള, എന്നാൽ പോലീസിന് കൃത്യമായിട്ടുള്ള പേരും റെസിഡൻസും കൊടുക്കാത്ത ഒരാളെ അത് ലഭിക്കാൻ വേണ്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാല് അയാളെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പേര് വിവരങ്ങൾ ലഭിക്കുന്നത് വരെ ഉള്ള സമയത്തേക്ക് മാത്രമേ പാടുള്ളൂ. അപ്പം അങ്ങനെ പേര് വിവരങ്ങൾ ശരിയായിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പോലീസിന് അയാളെ ഒന്നുകിൽ ബെയിൽ അല്ലെങ്കിൽ ബെയിൽ ബോണ്ട് വെച്ചിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ എന്താണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ആവശ്യം ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പൊ വായിച്ചു നോക്കുകയാണെങ്കിൽ when the true name and residence of such a person have been ascertained, അയാളുടെ ശരിയായിട്ടുള്ള പേരും വിവരങ്ങളും പോലീസിന് ലഭിക്കുകയുണ്ടായി, അങ്ങനെ ലഭിച്ച മുറയ്ക്ക് he shall be released on a ബോണ്ട് ഓർ ബെയിൽ ബോണ്ട്, ഒരു ബോണ്ട് അല്ലെങ്കിൽ ബെയിൽ ബോണ്ട് വെച്ചിട്ട് അയാളെ റിലീസ് ചെയ്യണം ടു അപ്പിയർ ബിഫോർ എ മജിസ്ട്രേറ്റ് ഇഫ് റിക്വയർഡ്. ആവശ്യം ഉണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 39 പറയുന്നത്. ആ വ്യക്തി അത്തരത്തിൽ പോലീസ് കൃത്യമായിട്ടുള്ള പേരും വിവരങ്ങളും കൊടുക്കാത്തത് കാരണം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന വ്യക്തി ഒരു ഇന്ത്യൻ റെസിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ അയാളെ അത്തരത്തിൽ നേരത്തെ പറഞ്ഞത് പ്രകാരം ബെയിലിലോ ബെയിൽ ബോണ്ടിലോ വിടുന്ന സമയത്ത് അയാൾക്ക് ഷുവർട്ടി ആയിട്ട്, അയാൾക്ക് ജാമ്യക്കാരനായിട്ട് ഒന്നിൽ കൂടുതൽ ജാമ്യക്കാരൻ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജാമ്യക്കാർ വേണ്ടി വരും. അങ്ങനെ ജാമ്യക്കാരായിട്ടുള്ള ആളുകൾ ഇന്ത്യക്കാരായിരിക്കണം, ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്.
അപ്പൊ നമ്മൾ പറഞ്ഞത് പേരും വിവരവും കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു നോൺ കോഗ്നൈസബിൾ കേസ് ചെയ്തു എന്ന് ഒഫൻസ് ചെയ്തു എന്ന് വിചാരിക്കുന്ന പ്രതിയേർക്കപ്പെടുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അയാളുടെ ശരിയായിട്ടുള്ള പേര് വിവരങ്ങൾ കിട്ടുമ്പോൾ അയാളെ ജാമ്യത്തിൽ വിടുന്ന സമയത്ത് അയാൾ ഇന്ത്യക്കാരനല്ല എന്ന് ഇന്ത്യൻ റെസിഡന്റ് അല്ല എന്ന് മനസ്സിലാവുന്ന മുറയ്ക്ക് അയാൾക്ക് ജാമ്യക്കാരായിട്ട് ഷുവർട്ടീസ് ആയിട്ട് ഇന്ത്യൻ റെസിഡൻസ് ആയിട്ടുള്ള ആളുകളെ വെക്കണം എന്ന് ഉള്ള ഒരു പ്രൊവിഷൻ ആണ് ഇവിടെ പ്രൊവൈസോയിൽ സെക്ഷൻ 39ന്റെ സബ്സെക്ഷൻ 2 കഴിഞ്ഞിട്ടുള്ള പ്രൊവൈസോയിൽ നിയമം പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി സബ്സെക്ഷൻ 3 പറയുന്നത് അത്തരത്തിൽ ഒരാളെ പോലീസ് പിടിച്ചോണ്ട് വന്നു, ഒരു നോൺ കോഗ്നൈസബിൾ കുറ്റം പോലീസിന്റെ പ്രസൻസിൽ ചെയ്തതുകൊണ്ട് അപ്പൊ അയാളുടെ പേരും വിവരങ്ങളും കിട്ടി, അപ്പൊ അയാളെ റിലീസ് ചെയ്തു. ഇനി പേരും വിവരങ്ങളും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നുള്ള കാര്യമാണ് ഇവിടെ സബ്സെക്ഷൻ 3 പറയുന്നത്. If the true name and residence is not ascertained within 24 hours, 24 മണിക്കൂർ സമയമുണ്ട്. അയാളെ കസ്റ്റഡിയിലായിട്ട് 24 മണിക്കൂറായി, പക്ഷെ 24 മണിക്കൂറായിട്ടും അയാളുടെ കൃത്യമായിട്ടുള്ള പേരോ മറ്റു റെസിഡൻസ് വിവരങ്ങളോ പോലീസിന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇഫ് ഹി ഫെയിൽസ് ടു എക്സിക്യൂട്ട് ബെയിൽ, ബോണ്ട് ഓർ ബോണ്ട്, അയാൾക്ക് ജാമ്യം കൊടുത്തു, അല്ലെങ്കിൽ അയാൾ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ നൽകി, അയാൾക്ക് ജാമ്യം കൊടുത്തു ഇൻ ദ സെൻസ് ജാമ്യം എക്സിക്യൂട്ട് ചെയ്യാൻ അയാളോട് ആവശ്യപ്പെട്ടു, പക്ഷെ അയാൾക്ക് കൃത്യമായിട്ട് ജാമ്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ടുള്ള ജാമ്യക്കാരില്ല എന്നുണ്ടെങ്കിൽ he shall be forwarded to the nearest magistrate having jurisdiction of that area എന്നാണ് പറയുന്നത്. ഉടനെ തന്നെ അയാളെ എന്ത് ചെയ്യണം, തൊട്ടടുത്ത ആ ഏരിയയിലെ ജൂറിസ്ഡിക്ഷൻ ഉള്ള തൊട്ടടുത്ത മജിസ്ട്രേറ്റിന് മുമ്പിൽ അയാളെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ഒരാളെ പോലീസ് ഒരു നോൺ കോഗ്നൈസബിൾ കേസിന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ സെക്ഷൻ 39ൽ പറഞ്ഞത്. ആ സാഹചര്യം എന്ന് പറയുമ്പോൾ അയാൾക്ക് കൃത്യമായിട്ട് അയാളുടെ പേര് വിവരങ്ങൾ പോലീസിന് കൈമാറുന്നതിന്റെ അകത്ത് അയാൾക്ക് ഫെയിലിയർ സംഭവിക്കുമ്പോഴാണ്. അപ്പം അങ്ങനെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു, 24 hours ആയി, 24 hours വരെ അയാളെ കസ്റ്റഡിയിൽ വെക്കാൻ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി. 24 hours ആയിട്ടും അയാളുടെ വിവരങ്ങൾ കിട്ടിയില്ല, അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് വിവരങ്ങളൊക്കെ കിട്ടി, പക്ഷെ അയാൾക്ക് ജാമ്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല, മതിയായ ഷുവർട്ടീസ് ഇല്ല, ജാമ്യക്കാരില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ജാമ്യം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണെങ്കിൽ ആ നോൺ കോഗ്നൈസബിൾ കേസിന് അറസ്റ്റ് ചെയ്ത ആ അക്യൂസ്ഡിനെ പോലീസ് എന്ത് ചെയ്യണം, തൊട്ടടുത്ത മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യണം. 24 മണിക്കൂർ മാക്സിമം പോലീസിന്റെ കസ്റ്റഡി വെക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ആ 24 മണിക്കൂർ തീരുന്നതിന് മുമ്പ് പോലീസ് അയാളെ തൊട്ടടുത്ത മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് സെക്ഷൻ 39ന്റെ സബ്സെക്ഷൻ 3 പറയുന്നത്. അപ്പൊ സെക്ഷൻ 39ൽ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു കേസ് അല്ലെങ്കിൽ ഒരു ഒഫൻസ് ഒരാൾ ചെയ്യുന്ന മുറയ്ക്ക് അത് പോലീസിന്റെ പ്രസൻസ് ചെയ്യുമ്പോൾ അയാളോട് പോലീസ് വിവരങ്ങൾ ചോദിക്കുമ്പോൾ, പേരും വിവരങ്ങളും ചോദിക്കുമ്പോൾ പോലീസിന് അത് കൊടുക്കാണ്ടിരിക്കുമ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരവും അയാൾ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടാവുന്ന കാര്യവും, ഇനി അയാളെ മതിയായ വിവരങ്ങൾ പിന്നെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്ന വിവരവുമാണ് നമ്മൾ സെക്ഷൻ 39ൽ 3 സബ്സെക്ഷനുകളിലായിട്ട് പഠിച്ചിട്ടുള്ളത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇനി നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ 40 ആണ്. സെക്ഷൻ 40 എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺസ് ആണ്. സ്വകാര്യ വ്യക്തികൾ അറസ്റ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ് ആയിട്ട് പോകാം, അല്ലെങ്കിൽ നമ്മുടെ സെഷൻ വലിയ രീതിയിൽ ലെങ്തി ആയി പോകുന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത പാർട്ടും കൂടെ കാണണം കേട്ടോ.